ഞാൻ അങ്ങനെ എത്താം. ശ്രീകുമാർ ഇവിടെ ചാണ്ടിയുമ്മൻ വന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? എന്നെ അവഗണിച്ചു എന്ന് തന്നെ പറയുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരം ചുമതല പാലക്കാട് തന്നില്ല എന്ന് പറയുകയാണ്. നുസൂർ ഇപ്പോൾ പറയുകയാണ് ചാണ്ടിയുമ്മനൊപ്പം നിന്നവരെ അവഗണിക്കുന്നു എന്ന നിരന്തര വിമർശനം ആ ഭാഗത്തുണ്ട് എന്ന് ശ്രീ നുസൂർ അടക്കമുള്ളവർ പറയുകയാണ്. ശ്രീകുമാർ, അവരെ കേൾക്കണ്ടേ? അവരുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കണ്ടേ? പാലക്കാട് ചുമതല കൊടുത്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചുമതല കൊടുത്തില്ല എന്ന് അവരോട് വിശദീകരിക്കേണ്ട നേതൃത്വം അതുണ്ടാവാത്തത് എന്തുകൊണ്ടാണ് ശ്രീകുമാർ? നോക്കൂ ഹാഷ്മി, ഇവിടെ ഇപ്പം 4 പേര് സംസാരിച്ചല്ലോ. ഏതാണ്ട് ശ്രീ സണ്ണിക്കുട്ടിയുടെ കുറച്ചൊരു വ്യത്യസ്തത ഉണ്ടെങ്കിൽ പോലും ഏതാണ്ട് ഒരേ സ്വരം തന്നെയായിരുന്നു. അതായത് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രസ്താവനയിലെ സ്വരവും ഇന്നത്തെ സ്വരവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. ഇന്ന് ആ ഫലം പുറത്തു വന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടത്തിയ പ്രസ്താവനകളും ഫലം പുറത്തു വന്നപ്പോൾ മാറിയ ചില സ്വരവും നമ്മൾ കേട്ടു. ഇത് ജനങ്ങളുടെ മനസ്സ് ഈ നേതാക്കൾ വായിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് കണക്കാക്കുക. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ്സിലെ എല്ലാവരെയും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പറയുന്നത് കേൾക്കും, ഇല്ലെങ്കിൽ അവർ ഞങ്ങളെ ചോദ്യം ചെയ്യും എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞതും ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, എത്ര കോൺഗ്രസ് നേതാക്കൾ ഏത് രീതിയിൽ പറഞ്ഞാലും ശരി, കഴിഞ്ഞ 8 വർഷത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് ഇന്നാണ്. 3 പഞ്ചായത്തടക്കം തിരിച്ചു പിടിച്ചു UDF. അപ്പോൾ ജനങ്ങളും കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസ് അണികളും പ്രവർത്തകരും എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ഫലമാണ്. നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, പരിഗണിച്ചു എന്ന് പറയും, പരിഗണിച്ചില്ലെന്ന് പറയും, ഒക്കെ ശരിയാണ്. അത് കോൺഗ്രസ്സിൽ എല്ലാ കാലവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴുകി പോകുന്ന സ്വഭാവം ഇനി കോൺഗ്രസ്സിന് നല്ലതല്ല. ഞാൻ നേരത്തെയും പറയുന്ന പോലൊരു കാര്യം പറയാം. കോൺഗ്രസ്സിൽ അനൗപചാരിക ചർച്ചകൾ പുനരാരംഭിക്കണം. ഔദ്യോഗിക ചർച്ചകളല്ല, അനൗപചാരിക സൗഹാർദ്ദപരമായ ചർച്ചകൾ കോൺഗ്രസ്സിൽ ഇനി പുനരാരംഭിക്കേണ്ടിയിരിക്കുന്നു. ഇത് പഴയ കാലത്ത് AK ആന്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും സുധീരൻ്റെ കാലത്തും ഒരു പരിധിവരെ മറ്റു നേതാക്കളുടെ കാലത്തൊക്കെ നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഷാനിബ് ഇപ്പോൾ DYFI പ്രവർത്തകൻ എന്നാണ് കാണിക്കുന്നത്. ഷാനിബ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട്ട് വന്നപ്പോൾ ഷാനിബിനെ CPM അവതരിപ്പിച്ചത് എങ്ങനെയാണ്? കോൺഗ്രസ്സിലെ വിമർശകൻ, കോൺഗ്രസിൻ്റെ ഉള്ളിലത്തെ ദുരവസ്ഥ കണ്ട് ജീർണത കണ്ട് പുറത്ത് വന്നിരിക്കുന്ന ഒരാൾ, ആ വന്നയാൾ ഇന്ന് DYFIയിലാണ്. അപ്പം അന്ന് എന്തായിരുന്നു ഷാനിബിൻ്റെ മനസ്സിൽ? ഞാൻ DYFIയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ കോൺഗ്രസിനെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങേരെ CPM പ്രോത്സാഹിപ്പിച്ചു, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഉത്തരവ് ഷാനിബ് പറഞ്ഞ കാര്യങ്ങൾ എക്കോ ചെയ്യുന്നു ഇപ്പോൾ നുസൂറും ചാണ്ടിയൊക്കെ. അപ്പോൾ ഷാനിബ് അന്ന് തീക്ഷണമായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എക്കോ ചെയ്യുന്നു ഇന്ന് ചാണ്ടിയുമ്മനും നുസൂറും ഒക്കെ. ഇപ്പോൾ ഷാനിബ് പറയുകയാണ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞത് യുക്തി ലോജിക്കുണ്ടല്ലോ ശ്രീകുമാർ. ഷാനിബ് പറഞ്ഞതല്ല ചാണ്ടിയുമ്മൻ പറഞ്ഞത്. ഷാനിബ് പറഞ്ഞത് V.D. സതീശൻ്റെ അതുപോലെ കോക്കസും കൂട്ടരും കാര്യം നിയന്ത്രിക്കുന്നതൊക്കെ അല്ലേ. ചാണ്ടിയുമ്മൻ ഇന്നലെ പറഞ്ഞിന്ന് വ്യക്തമാക്കിയിട്ട് തിരുത്തിയിട്ടുണ്ടല്ലോ. തിരുത്തുകയെന്ന് വെച്ചാൽ മാധ്യമങ്ങളിൽ വന്നത് വേറൊരു തരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഇന്നലെ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ചോദ്യങ്ങൾക്ക് ഉത്തരവാണ്. പാലക്കാട്ട് എന്തുകൊണ്ട് പോയില്ല ഉത്തരം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിനുവേണ്ടി മാത്രം പത്രസമ്മേളനം നടത്തിയതല്ല. ഇതിൽ ചാണ്ടിയുമ്മനെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. പക്ഷേ ചാണ്ടിയുമ്മൻ്റെ അഭിപ്രായത്തെ ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയാക്കാൻ ആ അഭിപ്രായം ഉപകരിച്ചു എന്നുള്ളത് നമ്മൾ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ചാണ്ടിയുമ്മൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒന്നാമതിന് നമ്മൾ ചാണ്ടിയുമ്മനെ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ആരോ പറഞ്ഞല്ലോ A ഗ്രൂപ്പിൽ നിന്നവരെ ഇപ്പോൾ ഉൾക്കൊള്ളുന്നില്ല എന്ന്. PC വിഷ്ണുനാഥ് ഉമ്മൻചാണ്ടിയൊപ്പം നിന്ന ആളല്ലേ? രാഹുൽ മങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയൊപ്പം നിന്ന ആളല്ലേ? ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയൊപ്പം നിന്ന ആളല്ലേ? ആരോ ഉമ്മൻചാണ്ടിയൊപ്പം നിൽക്കാത്ത ആളുകൾ? എല്ലാവരും ഉമ്മൻചാണ്ടിയൊപ്പം നിന്നവരാ. അവർക്കൊക്കെ ഇന്ന് പരിഗണന കിട്ടുന്നുണ്ട്. അതിലെന്താ സംശയമുണ്ടോ? കോൺഗ്രസ്സിലെ 2 ഗ്രൂപ്പുകൾ, ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കരുണാകരൻ ഗ്രൂപ്പും ആന്റണി ഗ്രൂപ്പും നിലനിന്നിരുന്ന കാലത്ത് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ഒരു മഹനീയമായ എന്താ പറയുക, ഒരു ഗുണം ഉണ്ടായിരുന്നു. ആ ഗുണം ഇന്നില്ല. കാരണം ഇന്ന്
ഒരു പൊതുവേ ഉണ്ടാകുന്ന നേതാക്കൾക്കിടയിലെ ഒരു രക്ഷയില്ലായ്മ ബോധമുണ്ട്. ഞാൻ ആർക്കൊപ്പം നിന്നാലാണ് എന്നെ സഹായിക്കുക എന്നൊരു ബോധം, എന്നൊരു അരക്ഷിതാവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഏതെങ്കിലും നേതാവിൻ്റെ ഒപ്പം പോകാൻ നിൽക്കും. പക്ഷേ ആ നേതാവ് ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് നാളെ നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രശ്നം ഇന്ന് കോൺഗ്രസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനൗപചാരിക ചർച്ച വേണമെന്നുള്ളത്. എന്ന് വെച്ചാൽ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചെറുപ്പക്കാരെ കേൾക്കും. അതാണ് ഏറ്റവും പ്രധാനം. ചെറുപ്പക്കാരെന്ന് വെച്ചാൽ സതീശനും ഏതാണ്ടൊക്കെ ചെറുപ്പം തന്നെയാണല്ലോ ഇപ്പം. അപ്പം സതീശൻ പറഞ്ഞാൽ ഞാൻ ചെറുപ്പക്കാരെ കേൾക്കുന്നു വെച്ചാൽ ചാണ്ടിയുമ്മനെ കേൾക്കുന്നതാണ് അർത്ഥം. അപ്പം ചാണ്ടിയുമ്മൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ചുമതല ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ചുമതല തന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഹാഷ്മിയുടെ വേറെ ചില ഉദാഹരണങ്ങൾ കാണിച്ചു. അത് ശരിയോ തെറ്റോ എന്തെങ്കിലും ആവട്ടെ, അക്കാര്യത്തിലല്ല ചർച്ച. അതല്ല ചർച്ച. എന്താണ് ജനങ്ങൾ എങ്ങനെ കാണുന്നു, കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ കാണുന്നു? ഇന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഫലം ഇന്നലത്തെ സംഭവങ്ങൾക്ക് ശേഷമാണല്ലോ ഇന്നലെ അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ വോട്ട് ചെയ്തവർക്ക് മനസ്സിലെന്താണ്, ജനങ്ങളുടെ മനസ്സിലെന്താണ്? LDF ഗവൺമെൻറ്റിനെതിരായ വികാരം. കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലെന്താണ്? 8 വർഷം കഴിഞ്ഞു, ഇനി പ്രതിപക്ഷത്തിരിക്കാൻ പറ്റില്ല. ഏത് നേതാക്കൾ എന്തു പറഞ്ഞാലും ശരി, അവരവർ പറഞ്ഞോട്ടെ. പക്ഷേ ഞങ്ങൾ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, ഭരണം തിരിച്ചു പിടിക്കുക. നാട്ടികേലത്തെ വിജയം ഹാഷ്മി അറിയാവോ? എല്ലാവരും പറഞ്ഞു നാട്ടിൽ അട്ടിമറി നടത്തിയെന്നാണ്. നാട്ടികേലിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ മത്സരിച്ച V. ശ്രീകുമാർ, അദ്ദേഹം കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വലിയൊരു സർവീസ് സംഘടനാ നേതാവായിരുന്നു. അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി പുരോഗമന കലാസാഹിത്യ സംഘം ഒരു വിധത്തിലുള്ള എല്ലാ ശ്രദ്ധേയരായ സാഹിതി സേവകരെ അവിടെ എത്തിച്ചു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? 115-20 വോട്ടിന് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഗവൺമെൻറ് വിരുദ്ധ വികാരം. കോൺഗ്രസ്സുകാരുടെ മനസ്സിലിരിപ്പ് കോൺഗ്രസ് നേതാക്കൾ ആരെന്ത് പറഞ്ഞാലും ശരി, ഭരണം തിരിച്ചു പിടിക്കാനുള്ള അവസരം ഇനി കളയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് നേതാക്കളുടെ സ്വരത്തിൽ വ്യത്യാസം വന്നത്. ആ സ്വരവ്യത്യാസം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല VD സതീശനെതിരെ പാലക്കാട്ട് ആദ്യം അജണ്ട കൊണ്ടുവന്ന ആരാണെന്നറിയാമോ? CPM ആണ്. അവരുടെ ആദ്യത്തെ അജണ്ട VD സതീശൻ K. സുധാകരൻ വിരുദ്ധത. അതിലൊരു പടി മുന്നിൽ VD സതീശൻ വിരുദ്ധത. കാരണം VD സതീശനാണ് പ്രശ്നക്കാരൻ. കാരണം അറിയാമല്ലോ, അസംബ്ലിയിലും പുറത്തുമൊക്കെ ഒരുപാട് ആരോപണങ്ങൾ, അതുപോലെ ADGP RSS ബന്ധമൊക്കെ കൊണ്ടുവന്ന അദ്ദേഹമാണല്ലോ. അദ്ദേഹത്തിന് വിരുദ്ധമായ ഒരു അജണ്ട, ആ അജണ്ട പൊളിഞ്ഞുപോയി. ആ അജണ്ട പൊളിഞ്ഞ ശേഷം പിന്നെ എന്തൊക്കെ കൊണ്ടുവന്നു? എല്ലാ അജണ്ടയും പൊളിഞ്ഞെന്ന് മാത്രമല്ല, അത് CPM പോലും അത് ഭിന്നിപ്പുണ്ടാക്കി. കൃഷ്ണദാസ്, മന്ത്രി രാജേഷ് ഭിന്നത, മനസ്സിലായല്ലോ. എന്നിട്ടെന്താ? തോറ്റു. ഇനി അതൊക്കെ പോട്ടെ. ആ തോറ്റു കഴിഞ്ഞപ്പോൾ എന്തായാലും പറഞ്ഞത് SDPI അങ്ങനെ ഒരുപാട് വിഷയം പറഞ്ഞല്ലോ. ഇപ്പം നമ്മുടെ പഴയ സുഹൃത്ത് ഷാനിബ് തന്നെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇന്നലത്തെ SDPI ആണോ വോട്ട് ചെയ്തത്? ഇന്നത്തെ 3 പഞ്ചായത്ത് തിരിച്ചു പിടിച്ച SDPI ആണോ? ശരി, നമുക്ക് ചോദിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതോട് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇനിയൊരു ഭരണനഷ്ടം കോൺഗ്രസിന് താങ്ങാൻ കഴിയുന്നതാണോ എന്ന് അണികളും നേതാക്കളും ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന പ്രവണതകളൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അവരെ കേൾക്കാതിരിക്കാനും അതിൽ എരുതിയിൽ എണ്ണയാവാനൊക്കെയുള്ള ആരോഗ്യം ആ പാർട്ടിക്കുണ്ടോ എന്നതുകൂടി ആ പാർട്ടി പരിശോധിക്കും.